എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ടു കോളോസ് പാനൽ ഡിസ്കഷൻ ഓൺ യൂണിയൻ ബഡ്ജറ്റ് 2025. നമുക്കറിയാം യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പല വർഷങ്ങളായിട്ട് ഹോം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീനെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന അനൗൺസ്മെൻറ്റ്സാണ് യൂണിയൻ ബഡ്ജറ്റിൽ വരുന്നത്. അതിനെ ആസ്പദമാക്കി ഒരു ഡിസ്കഷൻ എന്നുള്ളത് കോളോയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഹോം ഓണേഴ്സിന് ഏറ്റവും ഇതിനെ സിമ്പിളായിട്ട് ഇതിലെ ഹോം കൺസ്ട്രക്ഷനെയും ഇൻറ്റീരിയർ വർക്കിനെയും എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്കൊരു മൊഡ്യൂൾ രീതിയിൽ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. നമ്മുടെ പാനലിസ്റ്റ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്കണോമിസ്റ്റ് മിസ്റ്റർ ആനന്ദ് ഫിലിപ്പ് കുര്യൻ ഫ്രം ബാങ്ക് ഓഫ് ബറോഡ സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ്. അദ്ദേഹം JRF ആണ്. ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് ഫോളോ ചെയ്യുകയും അതിൻ്റെ ഒരു മാക്രോ മൈക്രോ ലെവലിലുള്ള അനാലിസിസ് നമുക്ക് തരാനും വേണ്ടിയാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ വെൽക്കം സർ. സോ ഇനി എനിക്ക് വെൽക്കം ചെയ്യാനുള്ളത് നമ്മുടെ ഗസ്റ്റ് സ്പീക്കർ മിസ്റ്റർ ഷിനു PM ഫ്രം ആറ്റിക് ലാബ്സ്, പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആൻഡ് ഫൗണ്ടർ ഓഫ് ആറ്റിക് ലാബ്സ്. സോ സാറിന് മെറ്റീരിയൽ അതുപോലെ തന്നെ ഡിസൈൻ ഇതിലുള്ള എക്സ്പേർട്ടീസും അതുപോലെ തന്നെ ഈ ഫീൽഡിൽ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു എഡ്യൂക്കേറ്റർ കൂടിയാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ട് നമുക്ക് അദ്ദേഹത്തെ വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ പാനൽ ഡിസ്കഷനിൽ ഞാൻ ഏറ്റവും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ കോളോയുടെ കോഫൗണ്ടർ ജെറി അൽത്താഫ്. അദ്ദേഹം വർഷങ്ങളായിട്ട് കോളോയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയും 500-ൽ പരം യൂസേഴ്സായിട്ട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഫസ്റ്റ് ഹാൻഡ് കേൾക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യൂസും ഇതിലേക്ക് വരുന്നു. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോസ് ഫ്രാൻസിസ്. ഞാൻ കോളോയിൽ ഗ്രോത്ത് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഡിസ്കഷൻ തുടങ്ങുകയാണ്. സോ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡിസ്കഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എനിക്ക് പേഴ്സണലി അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് റിമാർക്സ് ആണ് നിങ്ങൾ 3 പേരുടെയും ഭാഗത്തു നിന്നുള്ളത്. സോ അതിന് ഞാൻ ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്കണോമിസ്റ്റ്. കാര്യം ബഡ്ജറ്റിൻ്റെ ഒരു ഓവറോൾ വ്യൂ, അതിൽ ഹോം കൺസ്ട്രക്ഷനിൽ താങ്കൾ കാണുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് ഒന്ന് പറയുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മുടെ മോഡി ഗവൺമെൻറ് 3.0യുടെ ഫസ്റ്റ് ബഡ്ജറ്റും നിർമ്മല സീതാരാമൻ്റെ 8ാമത്തെ ബഡ്ജറ്റുമാണ്. അപ്പം വളരെയധികം ചാലഞ്ചസ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നത്. ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ബോത്ത് ഗ്ലോബൽ ചാലഞ്ചസ് ഉണ്ട്, ഡൊമസ്റ്റിക് ചാലഞ്ചസ് ഉണ്ട്. ഡൊമസ്റ്റിക് ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രോത്ത് റേറ്റ്. നമ്മൾ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രോത്ത് റേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 7% അബോവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആക്ച്വലി ഇപ്പം എക്കണോമിക് സർവേയും അതുപോലെ പല സർവേസും പറയുന്നത് നമ്മൾ 7 എത്തത്തില്ല, 6.4 ആ റേഞ്ചിൽ എത്തത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഇൻഫ്ലേഷൻ നമ്മുടെ റേറ്റ് ഇപ്പം 5.4 5.2 ആ റേഞ്ചിലാണ് വരുന്നത്. നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഒരു 4.5 റേറ്റിൽ എത്തണമെന്നുള്ളതാണ്. അപ്പം ഇൻഫ്ലേഷൻ ഒരു പ്രശ്നമാണ്. ഈവൻ ദോ കോർ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ ഫുഡ് ഇൻഫ്ലേഷൻ അല്ലാത്ത ബാക്കിയുള്ള ഇൻഫ്ലേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും ഫുഡ് ഇൻഫ്ലേഷൻ ഇപ്പോഴും ഇൻഫ്ലേറ്റഡ് ആണ്. അപ്പം അത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തേത് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾഡ് ആണ്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ച് 4.4 ഫിനാൻഷ്യൽ ഇയർ 26 എത്തണമെന്നാണ് നമ്മുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എക്സസീവായിട്ട് മാർക്കറ്റ് ബോറോവിങ്സും അല്ലെങ്കിൽ എക്സസീവ് എക്സ്പെൻഡിച്ചർ പാടില്ല. അപ്പം അത് നാലാമത്തെ പ്രോബ്ലം. ഈ ഒരു ചലഞ്ചസ് നിൽക്കുന്ന സമയത്ത് തന്നെ ഗ്ലോബൽ ചലഞ്ചസും കൂടെ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗ്ലോബൽ ചലഞ്ചസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാനുള്ളത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് വാർ, അതുപോലെ തന്നെ നമ്മുടെ യുക്രൈൻ റഷ്യ ഇഷ്യൂസ്, പിന്നെ US സാങ്ഷൻസ് റഷ്യക്ക് മേളിൽ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൻ്റെ ഒരു ടേൺമോയിൽ വരാനുള്ള ചാൻസ് നമ്മുടെ എക്കണോമി ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപ് എക്കണോമിക്സ്. ഇപ്പോൾ ട്രംപ് പ്രസിഡൻ്റ് ആയത് അങ്ങനെ ആരും നേരത്തെ പ്രതീക്ഷ കാണത്തില്ല. അപ്പം ട്രംപ് പല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ മേളിൽ കുറേ ടാരിഫ് ഇമ്പോസ് ചെയ്യും, അവരുടെ US കറൻസിയെ ചലഞ്ച് ചെയ്യുവാണെങ്കിൽ ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് മേൽ വേറെ റെസ്ട്രിക്ഷൻസ് വരും. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ട്രംപ് എക്കണോമിക്സിൻ്റെതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് നമ്മുടെ റുപ്പിയുടെ ഡിപ്രിസിയേഷൻ. ഇപ്പം റെക്കോർഡ് ലെവലിലാണ് ഡിപ്രിസിയേറ്റ് നിൽക്കുന്നത്. 86 പോയിന്റ് സംതിങ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഈ ഗ്ലോബൽ ചലഞ്ചസും ഡൊമസ്റ്റിക് ചലഞ്ചസിനും ഇടയ്ക്കുള്ള ഒരു ലെവലിലാണ് ഇപ്പം യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പം യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തേക്കുന്ന സമയത്ത് ഈ വർഷത്തെ ബഡ്ജറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സപ്ലൈ ഡിമാൻഡ് ബാലൻസ്
ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണുള്ളത്. അപ്പോൾ സപ്ലൈ ലെവൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സപ്ലൈ ലെവൽ ലോങ് ടേമിലേക്ക് നമ്മുടെ ഗ്രോത്ത് കൂട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സപ്ലൈ ലെവൽ ചെയ്യുന്നത്. ഡിമാൻഡ് ലെവൽ കൂട്ടാൻ വേണ്ടി നമ്മുടെ കൺസപ്ഷൻ കൂട്ടുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൻ്റെ മെയിൻ ഫോക്കസ് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അഗ്രികൾച്ചർ, രണ്ടാമത് MSME, മൂന്നാമത് ഇൻവെസ്റ്റ്മെൻറ്റ്, നാലാമത് എക്സ്പോർട്സ്. അപ്പം ഈ ഒരു ബഡ്ജറ്റ് എന്നുള്ളത് നമ്മുടെ 2047 വികസിത ഭാരത് എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഇതൊരു ഇൻട്രൊഡക്ടറി റിമാർക്കാണ്. ബാക്കി ഹോം ലോണിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ അടുത്ത ലെവലായിട്ട് പറയാം. സാർ, എക്കണോമിക്സ് രീതിയിലുള്ളൊരു ഇത് സാർ കേട്ട് കഴിഞ്ഞു. ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പ്രാക്ടിക്കൽ സെൻസിൽ എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് സാർ ഇപ്പോൾ ഈ ഫീൽഡിൽ കുറേ കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുവാണ്, ബഡ്ജറ്റിൻ്റെ ഇമ്പാക്റ്റ് കണ്ട ഒരു വ്യക്തിയാണ്. അതെങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ കേസിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഴിഞ്ഞൊരു 5 വർഷം തൊട്ടാണ് ഞാൻ ഫുൾ കോറായിട്ട് നമ്മുടെ ആർക്കിടെക്ചർ പ്രാക്ടീസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലിന് പുറമെ ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽസും കോസ്റ്റ് ഹൈക്കാവാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, സ്റ്റീൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അത് ഈ ബഡ്ജറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിനെക്കാട്ടിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഇതിന് ഡിമാൻഡ് കൂടിയ സമയത്ത് ഇതിന് പ്രൈസ് കൂടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ ആക്ച്വലി വന്നിരുന്ന സമയത്ത് ഞാനും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഈ ഒരു ബഡ്ജറ്റിൻ്റെ എഫക്റ്റ് ഡയറക്റ്റ്ലി നമ്മുടെ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിലും ഇതിലും നമുക്ക് ഡയറക്റ്റ് എഫക്റ്റ് ആവുമോ, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമോ? അതായത് എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും എൻഡ് കൺസ്യൂമർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഒരു വീടുണ്ടാക്കുന്ന ഒരു ഹോം ഓണറെ സംബന്ധിച്ചിടത്തോളം കൊറോണ വന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. കൊറോണ വരുന്നത് 2020 വരെ ഞങ്ങൾ ബഡ്ജറ്റഡ് ആയിട്ടുള്ള വീടൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ മേജറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ സ്റ്റീലായിരുന്നു. കാരണം ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് മേ ബി കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം സ്റ്റീൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു. കൊറോണ കഴിഞ്ഞു ഫസ്റ്റ്, അതായത് കൊറോണ നമ്മൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഈ സാധനം നേരെ ഹൈക്കാവുക ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാരണം ഞാനിത് നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിനൊക്കെ കോസ്റ്റ് ഒരു 20 to 40% ഒക്കെ പല സാധനങ്ങൾക്കും കുറഞ്ഞിട്ടാണ് കാണുന്നത്. ഇത് എൻഡ് യൂസറിലേക്ക് എത്തുകയായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കോൺടെക്സ്റ്റിൽ ഒരു കോൺട്രാക്ടർ എടുത്ത് ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര രൂപ എന്ന് ചോദിച്ചാൽ അവർ 2500 രൂപ തൊട്ട് 3000 രൂപ എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതൊരു 100 രൂപ കുറയ്ക്കാൻ പറ്റുമോ എന്നതാണ്. അല്ലെങ്കിൽ അത് പോസിബിൾ ആവുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺസേൺ മാത്രമാണ് എനിക്കുള്ളത്. മനസ്സിലായി. അതായത് വളരെ ക്ലിയർ ആണ്. അതായത് സാർ പറഞ്ഞു വരുന്നത് എൻഡ് യൂസറിലേക്ക് ഈ പറയുന്നത് ഇത് എപ്പോൾ എത്തും, ഇതെങ്ങനെ എത്തുമോ എന്നുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ ഇപ്പോൾ ബഡ്ജറ്റ് ഞാൻ റീഡ് ചെയ്തതിൽ ഞാൻ അതിനെ സിന്തസൈസ് ചെയ്യുന്ന 2 കാറ്റഗറി ആയിട്ടാണ്. ഒന്നൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്, അതായത് ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ചെയ്യുന്നത്, ഫണ്ടമെൻ്റൽസിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത്, അതായത് വാട്ടർ, ടാപ്പ് വാട്ടർ അവൈലബിലിറ്റി, സാനിറ്റേഷൻ, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, ഇതിലേക്കൊക്കെ ഇപ്പോൾ ഈ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ ഒരുപാട് ഫോക്കസ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു രീതിയിൽ ആലോചിച്ചാൽ നമ്മുടെ സറൗണ്ടിങ് ഇൻഫ്രാസ്ട്രക്ചർ റോബസ്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ടിനെ ഇൻഡയറക്റ്റായിട്ട് അത് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിപ്പോൾ എമ്യൂണിറ്റീസ്, പുറത്തുള്ള എമ്യൂണിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ല റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫാദർ ആയിട്ടുള്ള ഒരു പ്ലോട്ട് എടുക്കാം. അതേപോലെ ലൈക്ക് ഇപ്പോൾ നല്ല ടാപ്പ് വാട്ടർ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആ ടാപ്പ് വാട്ടർ ഫിൽട്ടർ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നെയാണ് ഗവൺമെൻറ് ഒരു സൊസൈറ്റൽ ലെവലിലുള്ള ചേഞ്ചിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൂടാതെ ഗവൺമെൻറ് അലോട്ട് ചെയ്തിട്ടുള്ളത് കുറേ കൂടി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ടുള്ള ഹൗസിംഗ് ഇപ്പോൾ ഒരു കീ അജണ്ടയാണ്. ബിക്കോസ് അർബനൈസേഷൻ, ന്യൂക്ലിയർ ഫാമിലീസ്, ഇന്ത്യ എൻ്റെ ഗ്രോത്ത്, ഇത് കാരണം അൺലൈക്ക് ഡെവലപ്ഡ് കൺട്രീസ് നമ്മുടെ രാജ്യത്ത് ഇനിയും വീടുകൾ വെക്കാനുണ്ട്, കുറേ പേരിലേക്ക് വീടെത്താനുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ക്യാപിറ്റൽ സ്പെൻഡ് ചെയ്യുന്നതും കാണാം. പിന്നെ ഡയറക്റ്റായിട്ട് കാണുന്നത് ഒബ്വിയസ്ലി ഈ പറഞ്ഞ ടാക്സ് ബെനിഫിറ്റ്
എന്നുള്ള അത് ആൾക്കാർക്ക് കൂടുതൽ സ്പെൻഡിങ് പവറും അത് ഓബിയസ്ലി ഹൗസിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അലോട്ട് ചെയ്യും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പം മെറ്റീരിയൽസിനെ പറ്റിയിട്ട് ഫർദർ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന സ്ലൈറ്റ്ലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാറ്റഗറീസ്, ഗ്രീൻ കാറ്റഗറീസിനൊക്കെ സപ്പോർട്ടീവായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഷുവർ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് എടുക്കാം നമുക്ക്. അതായത് ഇപ്പോൾ അർബൻ ഡെവലപ്മെൻറ്റ് ഭയങ്കര പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ അർബൻ ചലഞ്ച് ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്വാമി ഫണ്ട് ഉണ്ട്. അപ്പം ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാമോ? അതായത് നമ്മുടെ ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിനോട് ഡിസ്കസ് ചെയ്യത്തക്ക രീതിയിൽ ഒരു കളക്റ്റീവ് രീതിയിലൊന്ന് സാറിന് ഇത് ചെയ്ത് തരാമോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഈ ഗവൺമെൻറ് കുറേ നാളായിട്ട് ഫണ്ട് വളരെയധികം കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2020 തൊട്ട് നമുക്ക് 2024 വരെ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 37% ആണ് ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11.21 lakh crores ആണ് അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈ പ്രാവശ്യം അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് തന്നെ അലോക്കേറ്റ് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ പല സ്കീംസ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അർബൻ ചലഞ്ച് ഫണ്ട് 1 lakh crore. ഇത് നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ടു സ്മാർട്ട് സിറ്റി ഫണ്ട് പോലെ തന്നെയാണ്. സ്മാർട്ട് സിറ്റിക്ക് അതാണെങ്കിൽ നമ്മൾ സിറ്റിക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കുന്നു. അർബൻ ചലഞ്ച് ഫണ്ട് ആണെങ്കിൽ ഒരു വയബിൾ പ്രൊജക്റ്റിന് നമ്മൾ ഫണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരു 25% ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് എടുക്കും. ബാക്കി 50% പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത് ബോൺസ്, ബാങ്ക്സ് വഴി. അപ്പോൾ അങ്ങനെ ഒരു കളക്റ്റീവായിട്ടാണ് നമ്മൾ ഈ അർബൻ ചലഞ്ച് ഫണ്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം അത് സ്മാർട്ട് സിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് അതിൽ നിന്ന് പഠിച്ച് ഡെവലപ്പ് ചെയ്തതായിരിക്കും. അപ്പം അതൊരു മേജർ സംഭവമാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു 1.5 lakh crore ഒരു ക്യാപിറ്റൽ ലോൺ കൊടുക്കാൻ സ്റ്റേറ്റ്സിന് കൊടുക്കാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പം അതും നമ്മുടെ ഒരു വയബിൾ പ്രൊജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യും. അതായത് സ്റ്റേറ്റ്സിന് എന്തൊക്കെയാണോ അങ്ങനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹൗസിങ്ങും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ സാർ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ജൽ ജീവൻ മിഷൻ, നമ്മുടെ ടാപ്പ് വാട്ടറും ബാംഗ്ലൂരിലൊക്കെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് തന്നെ മനസ്സിലാക്കിയതാണ്, വളരെയധികം ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവപ്പെടുന്നുണ്ട്. അപ്പം പല സ്റ്റേറ്റ്സിലും ആണെങ്കിൽ അങ്ങനെ ടാപ്പ് വാട്ടറും അതുപോലത്തെ അനുബന്ധ കാര്യങ്ങളും എത്തിക്കാൻ ഇതുപോലത്തെ ജൽ ജീവൻ മിഷൻ പോലത്തെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പറ്റും. അതിൻ്റെ 100% കവറേജ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 2028 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അത് മൂന്നാമത്തെ കാര്യം. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ PMAY എന്ന് വെച്ചാൽ എല്ലാവർക്കും പറയുന്ന ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന. അതിനുള്ള സബ്സ്റ്റാൻഷ്യൽ ഫണ്ടും ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടത്, ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി എന്നുള്ളത് ഈ പ്രാവശ്യം എനേബിൾ ആയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതിന് ഒരു ക്ലാരിഫിക്കേഷൻ വരാനുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അഫോർഡബിൾ ഹൗസിംഗ് കുറച്ചുകൂടെ എല്ലാവർക്കും കിട്ടുമായിരുന്നു. അതാണ് അതിൻ്റെ കാര്യം. പിന്നുള്ളതെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഗതിശക്തി യോജന എന്ന് വെച്ചാൽ നമ്മുടെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഹൈവേസ് ഉണ്ട്, നമുക്ക് ഷിപ്പിംഗ് ഉണ്ട്, നമുക്ക് അതുപോലത്തെ പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ യോജിച്ചുകൊണ്ടുള്ള എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമല്ല, സർവീസസ് നമ്മുടെ അതുപോലെ പല സെക്ടേഴ്സിനും പെട്ടെന്ന് എഫിഷ്യൻ്റായിട്ട് ട്രാവലിംഗ് അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാണത്. അപ്പോൾ ഇത് പ്രൈവറ്റ് സെക്ടറിനും കൂടെ ഓപ്പൺ ആക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ പ്ലാനിങ്ങും അതുപോലത്തെ പല കാര്യങ്ങളും എളുപ്പമായിരിക്കും. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നല്ല ഒരു ഊന്നൽ കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണിത്. അതുവഴി നമുക്ക് നമ്മുടെ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ ഹൗസിങ്ങും അതുപോലെ അനുബന്ധ സെക്ടേഴ്സിനും ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ പറ്റുമെന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. ഇപ്പം അർബൻ ചലഞ്ച് ഫണ്ട് പറഞ്ഞല്ലോ, അതായത് അതിൽ 1 ലക്ഷം കോടി അലോക്കേഷൻ ഉണ്ട്. അത് ഇപ്പോൾ സിറ്റീസിനെ ഭയങ്കരമായിട്ടൊരു ഗ്രോത്ത് ഹബ്ബാക്കി മാറ്റുക എന്നുള്ള രീതിയിലാണ് യൂണിയൻ ഗവൺമെൻറ് മുമ്പോട്ട് വയ്ക്കുന്നൊരു പ്രപ്പോസിഷൻ. അതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഇപ്പം നമ്മുടെ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ സിറ്റീസിൻ്റെ ഒക്കെ ഇതിൽ പറയുവാണെങ്കിൽ അതെങ്ങനെ ഒരു ഹോം ഓണറിനെ അതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നൊന്ന് പറയാമോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ആർക്കും ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ നോക്കിയപ്പം മനസ്സിലാക്കുന്നത് സിറ്റീസിനെ മാത്രം ഫോക്കസ് ചെയ്യാന്നുള്ളതല്ല, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ബോത്ത് സിറ്റീസിലും റൂറൽ ഹൗസിങ്ങിലും ക്യാപിറ്റൽ അലോക്കേഷൻ കാണാം. സിറ്റീസിൻ്റെ ഒബ്വിയസ്ലി കൂടുതൽ ആൾക്കാരുണ്ട്, അവിടെ എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ വളർത്തും ആ ഒരു ആൾക്കാരുടെ പ്രൊപ്പോർഷനേറ്റായിട്ട്. അറ്റ്ലീസ്റ്റ് ഹിസ്റ്റോറിക്കലി കണ്ട ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഒരു വലിയ രീതിയിൽ ഇന്ത്യയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് മേജർ സിറ്റീസിലേക്ക്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ
സിറ്റീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ് പോസിബിൾ വിൽ നോട്ട് ബി ഇനഫ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രാറ്റജി വൈസ് കാണാം റൂറൽ ഏരിയാസിലുള്ള ഹൗസിങ്ങിലേക്കും അവിടെ അത് ഹൗസിംഗ് ആൻഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കാനുള്ള എഫേർട്സിലേക്ക് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്തായിട്ട് കാണാം. പിന്നെ സിറ്റീസിന് മീൻ ഇറ്റ് വിൽ നോട്ട് ബി വൺ ഓർ ദി അതർ, വിൽ ഹാവ് ടു ഡെവലപ്പ് ബോത്ത്. ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നുള്ളത്. അല്ലാതെ ഒരു പ്യുവർലി സിറ്റി ഫോക്കസ് ആണെന്നുള്ള ഒരു ടേക്ക് എനിക്കില്ല. ഡയറക്റ്റ് ഹോം ഓണേഴ്സിലേക്ക് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും എങ്ങനെയാണ് കണക്റ്റ് ആവണമെന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ അർബൻ ഫോമാറ്റിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ കൂടെ പ്രോപ്പർട്ടീൻ്റെ കോസ്റ്റും ഹൈക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ എടുത്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഓൾമോസ്റ്റ് ഒരു 50-50 എന്നുള്ളത് വിട്ട് ഒരു 40-60 എന്നുള്ള റേഞ്ചിലാണ് മെറ്റീരിയൽ കോസ്റ്റും ലേബറും വരുന്നത്. അപ്പോൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഈ ടോട്ടൽ, അതായത് ഞാൻ സംസാരിക്കുന്ന പെർസ്പെക്റ്റീവ് ഒരു ഹോം ഓണർ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും അത് എൻഡ് പ്രൊഡക്റ്റിലേക്ക് ഏത് സമയത്തേക്ക് കിട്ടും എന്നുള്ളത് അനുസരിച്ച് മാത്രമേ ഈ ബഡ്ജറ്റ് വരുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് പറയാൻ പറ്റൂ. അതായത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മേജറായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് സിമെൻറ്റും കമ്പിയും യൂസ് ചെയ്യുന്നത്, കല്ലോ അല്ലെങ്കിൽ ഇനി അഗെയിൻ സിമെൻറ്റ് ബ്ലോക്ക് പോലത്തെ ഒരു ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെയും വരുന്നത് ഈ കമ്പിയും സിമെൻറ്റും ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഏത് രീതിയിൽ ഒരു ഇമ്പാക്റ്റ് വരും എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ലോങ് ടേമിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഡയറക്റ്റ് സ്പെൻസ് എങ്ങനെ സൊസൈറ്റീൻ്റെ ഈ പറഞ്ഞ സ്പെൻഡിനെ ബാധിക്കുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റി എടുക്കുകയാണെങ്കിൽ ആൾക്കാർ അവിടെ ഫ്ലാറ്റ്സ് വാങ്ങുന്നത് റിയൽ വേൾഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ്, റൈറ്റ്? അവർക്കൊരു ഐലൻഡ് പോലത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്റ്റേണൽ എൻവയറമെൻറ്റ്സ് ആർ നോട്ട് ലിവബിൾ ഓർ ആക്സസബിൾ. അപ്പോൾ ആ ഒരു സർക്കംസ്റ്റാൻസിൽ ഇഫ് ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് cities and towns were far better accessible, like and almost every developed countries in the at par നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ if there is more access to drinkable water, clean air, ആ ഫണ്ടമെന്റൽസ് ആൻഡ് ലൈക്ക് ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അതൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ല, നമുക്ക് കുറക്കാമെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അല്ല, അതിനകത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ഹൗസിംഗ് അതിന് പുഷ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇതിനകത്തെ ജനറലായിട്ടുള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റോ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചെമ്മരോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പിക്ചർ, ഒരു ഇമേജ് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള യൂസേഴ്സ് വിചാരിക്കുന്നത് ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവും ചിലവ് കുറഞ്ഞ നിർമ്മാണമെന്നാണ്. റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ്പോസ്ഡ് ആയിട്ടുള്ള പണി ചെയ്യുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈഡാണ്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റോ ആയിരിക്കും. നമ്മളെ സാധാരണ ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പെയിൻ്റ് അടിച്ച് അല്ലെങ്കിൽ പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ പെയിൻ്റെങ്കിലും അടിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഡയറക്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒത്തിരി മെത്തേഡ്സിൽ ഒരു മെത്തേഡാണ് നമുക്ക് മഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രക്ഷൻ. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈ സിമെൻറ്റോ കോൺക്രീറ്റോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് കുറച്ചുകൊണ്ടുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ സാധാരണ കല്ലും കോൺക്രീറ്റും വെച്ച് നമ്മൾ വീട് ചെയ്യാൻ ചെയ്യുന്ന വീടിൻ്റെ ഒരു കോസ്റ്റിൻ്റെ ഒരു 10-50% കൂടുതലായിരിക്കും നമ്മൾ ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെത്തേഡ് ചെയ്യുക. അതായത് ജനറൽ ആയിട്ടുള്ള ആളുകൾ വെച്ചാൽ സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ സോളാർ പാനൽ കൊണ്ടുവച്ചാൽ സസ്റ്റൈനബിൾ ആയെന്നാണ്. അങ്ങനെയല്ല, സസ്റ്റൈനബിൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ഒരു എൻഡ് എഫക്റ്റ് മേ ബി വർക്കൗട്ട് ആവാം. പക്ഷെ അപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൻ്റെ ഒക്കെ ഇടയിൽ ഒരാൾ ഇത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസോ മെത്തേഡ്സോ വെച്ച് ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അവരും നോർമലായിട്ട് വീടുണ്ടാക്കി വെച്ച ആളെ പോലെ ടാക്സ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരും ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനെങ്കിലും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു അപ്രോച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്കിപ്പോഴും അതിനകത്ത് തോന്നുന്നൊരു കാര്യം. അങ്ങനത്തെ ട്രെൻഡ് പൊതുവെ കുറവാണ് അല്ലേ, ആ ഒരു സസ്റ്റൈനബിലിറ്റി അഡോപ്ഷൻ.
പക്ഷെ അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രാവൽ എക്സ്പോഷർ ഒക്കെ ഉള്ള, നേരത്തെ പറഞ്ഞതുപോലെ ആ ക്രൗഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് കുറച്ച് ശുദ്ധവായും മണ്ണിൻ്റെ പച്ചപ്പൊക്കെ കിട്ടണം എന്ന് പറയുന്ന ആളുകൾ അത് തന്നെ അവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിലൊരു കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനത്തെ ഒരു സാധനം അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണോ ഗ്രീൻ ബിൽഡിംഗ്? ഈ ഗ്രീൻ ബിൽഡിംഗ് തന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സാധനമാണ്. ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുമ്പോഴേക്കും ഒത്തിരി പാരാമീറ്റേഴ്സ് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി, ഓക്കെ, അതിലേക്ക് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, ആ റോ മെറ്റീരിയൽസിൻ്റെ റീയൂസബിലിറ്റി, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ബിൽഡിംഗ് ഗ്രീൻ ബിൽഡിംഗ് ആണോ അല്ലയോ എന്നുള്ളത് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യണത്. അപ്പോൾ അത്തരം സാധനങ്ങൾക്കൊക്കെ കുറേ കൂടെ ഈ പറയുന്ന അത്തരം അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സാധനം കൂടെ കിട്ടുകയാണെങ്കിൽ അത് കുറേ കൂടെ വയബിൾ ആവും. ഷുവർ. പക്ഷെ അവിടെ ഒരു കൗതുകമുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ജെറി നേരത്തെ മെൻഷൻ ചെയ്തൊരു സംഭവമുണ്ട്. അതായത് കണക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു, ടൗണുകൾ തമ്മിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്നു, ഫാർ ഓഫ് പ്ലേസസിൽ പ്ലോട്ട് വാങ്ങിക്കാൻ പറ്റുന്നു. ഇതാണ് തിയറി. പല രീതിയിലും പ്രാക്ടിക്കലായിട്ട് നടക്കുന്നു. നമുക്ക് ആർഗ്യൂ ചെയ്യാം അതിൻ്റെ പേസിനെ കുറിച്ച്. ഒരു പ്രാക്ടിക്കൽ സെൻസിൽ ഷിനൂപ് സാർ അത് എത്രമാത്രം അത് ഇംപ്ലിമെൻ്റ് ആയി കണ്ടിട്ടുണ്ട് ഓവർ ദി ഇയേഴ്സ്? ഒരു ഫാസ്റ്റർ കണക്ടിവിറ്റി, സ്ഥലങ്ങളിലേക്ക് വീടുകൾ വെക്കുന്നു ആളുകൾ. അതായത് ഇതിനകത്ത് ഒരു ബേസിക് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് സ്പെൻഡ് ചെയ്യണോ, അതോ ആ സെയിം സാധനം കുറച്ച് റിമോട്ടായിട്ടുള്ള അത് ഈവൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എത്തുന്ന ക്ലയൻസ് പോലുണ്ട്. ഞാൻ എക്കണോമിക്സിൽ അത്ര കിടലല്ല, പക്ഷേ എക്കണോമിക്സിൽ കിടലായിട്ടുള്ള ക്ലയൻസ് നമ്മളുടെ അടുത്ത് വന്ന് അവരുടെ കാൽക്കുലേഷൻ ഈ രീതിയിലാണ്. അതായത് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് മാറി കുറച്ച് റിമോട്ടായിട്ട് അവിടെ ഒരു 5-10 സെൻറ്റിൽ ഒരു വീടുണ്ടാക്കി റെഗുലറായിട്ട് അവർ എന്താ പറയുക, ബൈ ഡ്രൈവോ അല്ലെങ്കിൽ ബൈ മീൻസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനോ ചെയ്ത് കഴിഞ്ഞ് വന്നാൽ വരുന്ന എന്താ പറയുക ഫിനാൻഷ്യൽ എഫക്റ്റ് കുറവാണെന്നാണ് പറയുന്നത്. അതായത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ ചെയ്ത് നമ്മൾ ഈ കമ്മ്യൂട്ടിൻ്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും ലൈഫും അതിനെക്കാട്ടിലും ഈസിയാണ് ഈ പറയുന്ന കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ റിമോട്ടായിട്ട് പോയി ചെയ്യുന്നതാണ് എഫക്റ്റീവ് എന്നുള്ളതാണ് നമ്മുടെ ഇത്തരത്തിൽ റിസർച്ച് ചെയ്യുന്ന 1-2 ക്ലയൻസിൻ്റെ അടുത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഷുവർ. അതുപോലെ ബഡ്ജറ്റിൻ്റെ ഇതിലേക്ക് വരുവാണെങ്കിൽ വളരെ നോട്ടഡായിട്ടുള്ളൊരു സംഭവം സ്വാമി ഫണ്ട്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും. അതിനെക്കുറിച്ച് ടേക്ക് എന്താ? അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നമ്മുടെ ഇതിനകത്ത്? എനിക്ക് അതിനെക്കുറിച്ച് ഭയങ്കര ഇൻസൈറ്റ്സ് ഇല്ല. പക്ഷേ ഇറ്റ് സീംസ് ആ ഒരു സ്റ്റോൾഡ് ആയിട്ടുള്ള പ്രോജക്ട്സിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് പോലെയാണ് കാണുന്നത്. ഏതാണ് ആ സ്റ്റോൾഡ് പ്രോജക്റ്റ് എന്ന് അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താ എക്കണോമിയിൽ? അതായത് ഇപ്പം നോർമലി ഇപ്പം കേട്ടുവരുന്ന സംഭവം പത്രങ്ങളിൽ നിന്ന് വായിക്കുന്നത് മനസ്സിലാക്കുന്നതനുസരിച്ച് ആളുകൾ എന്താ പറയുക പ്രൊജക്റ്റ് നിന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ട്, വേറൊരു സ്ഥലത്ത് പോയി താമസിച്ച് അവിടുത്തെ റെൻ്റ് അടയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഫണ്ട് വരുവാണെങ്കിൽ അതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് എന്താ? ഈ സ്വാമി ഫണ്ട് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അത് അഫോർഡബിൾ ഹൗസിങ്ങിന് വേണ്ടിയുള്ളതാണ്. അപ്പം ഇത് എന്നുള്ളത് നേരത്തെ ഉള്ള ഒരു സ്കീം തന്നെയായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ഫേസാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫേസായിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പം 2025 എനിക്ക് എൻ്റെ വിശ്വസിച്ചിട്ടാണെങ്കിൽ ഓൾമോസ്റ്റ് 1 lakh ഹൗസസ് റെഡിയാവും. സെക്കൻഡ് ഫണ്ടായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 2 രീതിയിലാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വയബിൾ ആയിട്ടുള്ള ഹൗസിംഗ് പ്ലോട്ട്സിനെ ഇത് സെലക്ട് ചെയ്യും ഈ ഫണ്ട്. എന്നിട്ട് അതിനെ ഇവരാണെങ്കിൽ ഫണ്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോൾ ചെയ്ത് ഡെവലപ്പേഴ്സ് പല കാരണം കൊണ്ട് ലിക്വിഡിറ്റി പ്രഷർ ആയിരിക്കും ചിലപ്പോൾ കാരണം, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്റ്റോൾ ചെയ്തിരിക്കുന്ന ഈ പ്രൊജക്ട്സ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് നമ്മുടെ ബയേഴ്സ് ചിലപ്പം ഓൾറെഡി EMI പേ ചെയ്യുന്നതായിരിക്കും ഈ പ്രോജക്റ്റിന് വേണ്ടി. അതുപോലെ തന്നെ റെൻ്റ് അവർ വേറെ കൊടുക്കുന്നുണ്ടായിരിക്കും അവർ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ 2 കൂടെ ഷോർട്ടൺ ചെയ്ത് അവരുടെ ആ ഒരു റെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീട് താമസിക്കുന്നതുകൊണ്ട് അവർക്ക് റെൻറ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അതുകൊണ്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് മെയിൻ അഡ്വാൻറ്റേജ്. കേരളത്തിൽ അങ്ങനത്തെ പ്രോജക്ട്സ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിയാം? ഇല്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അല്ല, അലോക്കേഷൻ കാണാനാണ് സാധ്യത അതിനെക്കുറിച്ച് അല്ലേ? അപ്പോൾ ഇതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് എലിജിബിലിറ്റി എന്നുള്ളത് ബേസിക്കായിട്ട് റേറ രജിസ്റ്റർ ആവണം, പിന്നെ അങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് റേറ വേണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഇൻകം കാറ്റഗറി പറയുന്നുണ്ടോ? അതായത് ഇത്ര അഫോർഡബിൾ ഹൗസിംഗ് എന്നുള്ള ഫോക്കസോ? ഇപ്പോൾ അഫോർഡബിൾ ഹൗസിങ്ങിൻ്റെ തന്നെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ